And welcome you all to the part 8 Bill of Exchange. As you know, Bill of Exchange is a written acknowledgement of debt given by one person to another, which is drawn by the creditor on his debtor. So it's a kind of written acknowledgement, and it's direct the debtor to pay a definite amount demand or after expiry of period. So this is the case Bill of Exchange. Is an acknowledgement of. So there are mainly three parties to a bill of exchange. First one, drawer, the person who draws the bill, or is the person who sells, or he is the creditor. So creditor or the seller will be the person who draws the bill. The next, drawee. Drawee is the person whom the bill is drawn. ആരുടെ മേലാണോ ബില്ല് എഴുതിയത്, ഇവിടെ പർച്ചേസർ or debtor or customer, അയാളായിരിക്കും drawee. അയാളാണ് ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. Then payee, the person whom the payment of bill is to be made on the maturity date. Maybe ചില സമയത്ത് pay ഡ്രോയറും സെയിം ആയിരിക്കാം, ചില സമയത്ത് pay വേറൊരാളായിരിക്കാം. So this is the case. This is the three parties to the bill of exchange. Then promissory note. Promissory note is also one of the negotiable instrument, but the difference is it is a credit instrument which contain a promise made by the debtor to pay a certain sum of money for value received. So unlike bill of exchange, promissory note is a promise made by the debtor to a creditor or to a person. Then here are some differences between bill of exchange and promissory note. First, parties. There can be three parties. There will be only two parties in the promissory note, drawer and pay. Then maker. The maker of the bill of exchange will be the creditor, but the maker of the bill of exchange is the debtor. He is the promising person. Then order of promise. It contain an order. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണ്, ക്യാഷ് തന്നിരിക്കണം എന്നുള്ളൊരു ഓർഡർ ആണ്. അത് ഓർഡർ ചെയ്യുന്നത് ആരാണ്? ആ ക്രെഡിറ്റർ ആണ്. ബട്ട് പ്രോമിസറി നോട്ട് ഇസ് എ പ്രോമിസ്, അത് പ്രോമിസ് ചെയ്തു കൊള്ളാം എന്ന് പറയാണ് ഡെറ്റർ. ദെൻ ആക്സെപ്റ്റൻസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ബൈ ദ ഡ്രോയി. ആരാണോ ഡ്രോയി അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ബട്ട് ദർ ഇസ് നോ ആക്സെപ്റ്റൻസ് റിക്വയർഡ്, ബിക്കോസ് അവിടെ ക്യാഷ് തരാനുള്ള ആൾ തന്നെ പറയാണ് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് തരാമെന്ന്. സോ ഇൻ ദാറ്റ് കേസ് ദർ ഈസ് നോ നീഡ് ഓഫ് ആക്സെപ്റ്റൻസ്. Then pay. Drawer and payee can be the same person in case of bill of exchange, but it cannot be happen in case of promissory note. Drawer ഒരിക്കലും payee ആവില്ല, കാരണം ഇവിടെ drawer എന്ന് പറയുന്ന ഒരാൾ ആരാണ്? ആ ഡെറ്റർ, ക്യാഷ് തരാനുള്ള ആളാണ്. Then notice. In case of dishonor, due notice of the dishonor is to given by the holder of the drawer. അപ്പോൾ അത് ഡ്യൂ നോട്ടീസ് കൊടുത്തിരിക്കണം. ബട്ട് ആ ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആ ബില്ലിന് ആരാണോ ആ ഡ്രോയർക്ക് അത് അറിയിച്ചിരിക്കണം. ആരാണോ ബില്ല് ഡ്രോ ചെയ്ത് അയാൾ അറിയിച്ചിരിക്കണം, ഇൻ കേസ് അത് അവിടെ എൻഡോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ. ബട്ട് ഇൻ കേസ് ഓഫ് പ്രോമിസറി നോട്ട്, നോ നോട്ടീസ് നീഡ് ടു ബി ഗിവൺ ഇൻ കേസ് ഓഫ് ഡിസോണർ. ഒരു നോട്ടീസിന്റെയും ആവശ്യമില്ല. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്സ്. Then let's move into the accounting treatment. ബിഫോർ വി മൂവിങ് ഇൻ ടു ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, നമ്മളൊരു ബില്ല് 4 രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, റെറ്റെയിൻ ദ ബിൽ ടിൽ ദ മെച്യൂരിറ്റി ഡേറ്റ്. ബില്ല് ആരെടുത്താണുള്ളത് അയാൾക്ക് അത് മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ ക്യാഷ് എടുക്കാൻ കഴിയും. രണ്ടാമത്തെ കേസ് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ കഴിയും. മൂന്നാമത്തെ കേസ് എന്താണ്? അത് നമുക്ക് മറ്റൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നാലാമത്തെ കേസ് ആ ബില്ല് കളക്ഷന് സെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഓരോ കേസിലും നമ്മൾ ജേണൽ എൻട്രിയിൽ മാറ്റം വരാനുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ബില്ല് എഴുതുന്ന സിറ്റുവേഷൻ എന്താണ്? ഒരു പർച്ചേസ് നടക്കുമ്പോഴാണ്. അപ്പോൾ ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയറും ബുക്സ് ഓഫ് ഡ്രോയും നമ്മൾ ചെയ്യേണ്ടി വരും. ഡ്രോയറുടെ കേസിൽ അതെന്തായിരിക്കും? ഈ ബില്ല് എഴുതുന്ന ആൾ, അതായത് ക്രെഡിറ്ററുടെ കേസിൽ അതെന്താണ്? സെയിൽസ് ആണ്. ഡ്രോയി അല്ലെങ്കിൽ ആക്സെപ്റ്ററുടെ കേസിൽ അത് പർച്ചേസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ സെയിൽസിന്റെ ജേണൽ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയിന്റെ ചെയ്യണം. ദെൻ ഡ്രോയിയുടെ കേസിൽ പർച്ചേസിന്റെയും ചെയ്യണം. ദെൻ പിന്നീട് എന്താണ്? ഈ ഡ്രോയർക്ക് ക്യാഷ് കിട്ടാനുണ്ട്, ആ ക്യാഷിന് പകരം ബില്ല് കിട്ടും. സോ ജേണൽ എൻട്രി ഈസ് ബിൽ റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു ഡെറ്റേഴ്സ്. ഇവിടെ ക്രെഡിറ്റർ, ഈ ഡ്രോയി എന്താണ് ചെയ്യുന്നത്? ഈ ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. സോ അതിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ബിൽസ് പേയബിൾ കൊടുക്കണം. അപ്പോൾ ഇയാൾക്ക് ഇവിടെ ലാബിലിറ്റി ഉണ്ടാവുന്നത്. സോ ജേണൽ എൻട്രി ഈസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബിൽസ് പേയബിൾ. ഈ ക്രെഡിറ്റർക്ക് ഇവിടെ എന്ത് കൊടുക്കാണ്? ബിൽസ് പേയബിൾ കൊടുത്തിട്ട് ആ ക്രെഡിറ്റർ സെറ്റ് ചെയ്യണം. അപ്പോൾ ബിൽസ് പേയബിൾ ലാബിലിറ്റി ആയി. ഈ ജേണൽ എൻട്രീസ് ഈ നമ്മൾ പറഞ്ഞ 4 കേസിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ബില്ല് റിട്ടേൺ ചെയ്യുകയോ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബില്ല് സെൻഡ് ഫോർ കളക്ഷനോ അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുകയോ ഏതാണെന്നുണ്ടെങ്കിലും ഈ 4 ജേണൽ എൻട്രീസ് മസ്റ്റ് ആണ്. അത് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പിന്നെ അത് ജേണൽ എൻട്രിയിലാണ് ചേഞ്ച് വരിക. സോ മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ആ ബില്ല് ക്യാഷ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ജേണൽ എൻട്രി ഇതായിരിക്കും: ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു
bill receivable. In the case of drawer, ഇയാൾക്ക് bill receivable ന്റെ മുകളിൽ ക്യാഷ് കിട്ടും. ആൻഡ് മെച്യൂരിറ്റി ഡേറ്റിൽ ഈ ബില്ലും കൊണ്ട് ഡ്രോയിയുടെ അടുത്ത് വരുമ്പോൾ ഡ്രോയി ക്യാഷ് കൊടുക്കേണ്ടി വരും. സോ അയാളുടെ കേസ് ജനറലി ബിൽസ് പേയബിൾ അക്കൗണ്ട് ടു ക്യാഷ്. ദെൻ ഇനി ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസിലും സെയിൽസിലും ഒന്നും ഒരു മാറ്റമില്ല. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അയാൾക്ക് നേരത്തെ തന്നെ വേണമെങ്കിൽ ബാങ്കിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടാൻ വെച്ച് ഡിസ്കൗണ്ട് റേറ്റിൽ. സോ ഇത് ജേർണൽ എൻട്രി ഇതായിരിക്കും. ക്യാഷ് അക്കൗണ്ട് വെച്ച് ഡിസ്കൗണ്ട് അക്കൗണ്ട് വെച്ച് ടു ബിൽ റിസീവബിൾ. എത്രയാണോ ഡിസ്കൗണ്ട് കുറച്ചിട്ട് അയാൾക്ക് ഇവിടെ ക്യാഷ് കിട്ടും. ഈ കേസിൽ ഡ്രോയിയുടെ കേസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ബാങ്ക് മെച്യൂരിറ്റി ഡേറ്റിൽ ഡ്രോയിന്റെ അടുത്ത് നിന്നായിരിക്കും വാങ്ങുക. അതുകൊണ്ട് അയാളുടെ കേസിൽ ഒരു മാറ്റവും ഇല്ല. ഇത് ഡ്രോയറുടെ അക്കൗണ്ടിൽ മാത്രമേ ഈ മാറ്റം വരുള്ളൂ. ദെൻ ബിൽ എൻഡേഴ്സ് ഇൻ ഫേവർ ഓഫ് എ ക്രെഡിറ്റർ. ഒരു മൂന്നാമതൊരു ക്രെഡിറ്റർക്ക് ഇയാൾ എന്ത് ചെയ്തു, ഡ്രോയർ ബില്ല് മറിച്ച് കൊടുക്കുകയാണ്. സോ ആ കേസിൽ ഇങ്ങനെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ബിൽസ് റെസീവബിൾ. ഇയാൾ ബില്ലായിട്ട് മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, പകരം വേറൊരു ക്രെഡിറ്റർക്ക് കൊടുക്കുകയാണ്. സോ ഇൻ ദാറ്റ് കേസ് ജനറൽ എൻട്രി വിൽ ബി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ബിൽ റെസീവബിൾ അക്കൗണ്ട്. ദെൻ ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ ആണ്. ബില്ല് കളക്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. സോ ബില്ല് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ജേർണൽ എൻട്രി വിൽ ബി ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അച്ചടിച്ചു ബിൽ റിസീവബിൾ. ദെൻ ക്യാഷ് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അച്ചടിച്ചു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ഇവിടെയും ഡ്രോയിയുടെ കേസിൽ ഒരു മാറ്റവും വരാനില്ല. സോ ഇതാണ് 4 കേസസ്. ഈ 4 കേസസിലും നമ്മൾ ജേർണൽ എൻട്രി ചെയ്യാൻ നമുക്ക് പഠിക്കണം. ഇനി ഞാനൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം ഈ കേസസ് എല്ലാം പറയുന്നത്. അതിനു മുമ്പ് ഡിസോണർ ഓഫ് എ ബിൽ. വാട്ട് യു മീൻ ബൈ ഡിസോണർ ഓഫ് എ ബിൽ? അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി അവരുടെ പേയ്മെന്റ് നടന്നിട്ടില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസോണർ ഓഫ് ബിൽ. സോ ഈ 4 കേസിലും ഡിസോണർ ഓഫ് ബില്ലിന്റെ കേസസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ബിൽ കയ്യിൽ വെച്ചിട്ട് മെച്യൂരിറ്റി വരെ വെയിറ്റ് ചെയ്തിട്ട് ബിൽ ഡിസോണർ ആവുകയാണെങ്കിൽ ഇതായിരിക്കും ജേർണൽ എൻട്രി. ഡെറ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ബിൽ റിസീവബിൾ. ബിൽ റിസീവബിൾ ക്യാൻസൽ ആവും, പകരം ഡെറ്റർ റിലേഷൻ വരും. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ബിൽ എൻഡോസ് ചെയ്യുന്ന കേസാണ്. എൻഡോസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താണ്, മറ്റൊരാൾക്ക് ബില്ല് എഴുതി കൊടുത്തിട്ടുണ്ടാവും, അത് അയാൾ അവരെ കൊണ്ട് അയാളുടെ അടുത്ത് നിന്ന് ഡിസോണർ ആയി, പിന്നീട് നമ്മൾ അയാൾക്ക് തന്നെ ക്യാഷ് കൊടുക്കാനാവും. സോ ആ ഒരു കേസിൽ നമ്മൾ ജേർണൽ എൻട്രി എന്താവും, ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ക്രെഡിറ്റേഴ്സ്. ആക്സെപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിസ് അക്കൗണ്ട് അച്ചടിച്ചു ക്രെഡിറ്റർ. ദെൻ ഇനി ബാങ്കുമായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പോഴെന്തായിരിക്കും, നമ്മൾ ആക്സെപ്റ്റർ ഓർ ഡെറ്റർ അക്കൗണ്ട് അച്ചടിച്ചു ബാങ്ക്. നമ്മൾ ബാങ്കിന് ക്യാഷ് കൊടുക്കേണ്ടി വരും. ഇനി സെൻഡ് ഫോർ കളക്ഷൻ ആണെങ്കിലും സെയിം തന്നെ, ആക്സെപ്റ്റർ അക്കൗണ്ട് അച്ചടിച്ചു ബാങ്ക്. അപ്പൊ ഇതാണ് ബിൽ ഡിസോണറുടെ കേസിൽ. ദെൻ ചില സമയത്ത് നമുക്ക് ഡിസോണർ ആവുമ്പോൾ നമ്മൾ കേസ് കൊടുക്കും, നമുക്ക് നോട്ടിംഗ് ചാർജ് വരും. സോ ഈ നോട്ടിംഗ് ചാർജ് ഡ്രോയർ തന്നെ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി ഇതായിരിക്കും, ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ക്യാഷ്. ദെൻ വെൻ ബാങ്ക് ആണ് അത് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി ഇതായിരിക്കും, ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ബാങ്ക്. ആൻഡ് വെൻ ദ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ് അത് പേ ചെയ്യുന്നതെങ്കിൽ ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു എൻഡോസി. ദെൻ ബാങ്ക് പേയ്മെന്റ്സ് ഓൺ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ആ ഒരു സമയത്ത് ബാങ്ക് ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ബാങ്ക്. സോ ഇതൊക്കെയാണ് നോട്ടിംഗ് ചാർജസിന്റെ കേസിൽ. ഞാൻ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു നോട്ടിംഗ് ചാർജസിന്റെ കേസിൽ, അതൊന്ന് പ്രോപ്പർ ആയിട്ട് വായിക്കുക, ഇതിൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഞാൻ ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് പോകുന്നില്ല. ദെൻ റിന്യൂവൽ ഓഫ് ബിൽ. റിന്യൂവൽ മീൻസ് എക്സ്റ്റെൻഡിങ് ദ ബിൽ. ആ ബില്ല്, ഓൾഡ് ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പുതിയ ബില്ലിൽ പുതിയ ഡേറ്റ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾഡ് ബില്ല് ക്യാൻസൽ ചെയ്യണം. സോ ഇൻ ദാറ്റ് കേസ് ടു ക്യാൻസൽ ദ ഓൾഡ് ബിൽ, ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ബിൽ റിസീവബിൾ. ബിൽ റിസീവബിൾ ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇനി ചിലപ്പോൾ ആ സമയത്ത് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അച്ചടിച്ചു ഇൻട്രസ്റ്റ്. ദെൻ ഇഫ് ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്ത് ഇൻട്രസ്റ്റ് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് അച്ചടിച്ചു ഇൻട്രസ്റ്റ് എന്ന് പറയാം. ചില കേസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ബില്ല് ചെയ്തുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ബിൽ റിസീവബിൾ അക്കൗണ്ട് അച്ചടിച്ചു ആക്സെപ്റ്റേഴ്സ് ഓർ ബിൽ റിസീവബിൾ അക്കൗണ്ട് അച്ചടിച്ചു ഡെറ്റർ. നമ്മൾ ആ റിന്യൂവൽ ഡിസ്കസ് ചെയ്തത് ഡ്രോയറുടെ കേസിലാണ്. അപ്പോൾ ഡ്രോയിയുടെ കേസിലും ആ റിന്യൂവൽ എഫക്ട് ചെയ്യും. അപ്പോൾ അത് എൻ്റെ കേസിൽ എങ്ങനെയാണ്, ഫസ്റ്റ് ക്യാൻസലേഷൻ ഓഫ് ദ ഓൾഡ് ബിൽ. നമ്മൾ നേരത്തെ ഡെറ്റേഴ്സ് അക്കൗണ്ട് ബിൽസ് പേബിൾ എഴുതിയ ബില്ല് നേരെ ഓപ്പോസിറ്റ് അടിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യുക. ബിൽസ് പേബിൾ അക്കൗണ്ട് വെച്ച് ഡ്രോയേഴ്സ് അക്കൗണ്ട്. ചിലപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്ത് ക്യാഷ്. ഇൻട്രസ്റ്റ് ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നില്ല, അക്കൗണ്ടിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് വെച്ച് ഡ്രോയേഴ്സ് അക്കൗണ്ട്. ദെൻ ഇനി പുതിയ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയേഴ്സ് അക്കൗണ്ട് വെച്ചു ബിൽസ് പേബിൾ. ഇതിനും നമ്മൾ നോട്ട് ഒന്നുകൂടി റെഫർ ചെയ്യാം, ഒന്നും കൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ബിൽ റിസീവബിൾ ബുക്കിന്റെ ബിൽ റിസീവബിൾ ഡേ ബുക്ക്, അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കോളംസ് ഉണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. ഡേറ്റ് ഓഫ് ബിൽ അല്ലെങ്കിൽ ഡേറ്റ് റിസീവ്ഡ്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇനി രണ്ടും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡേറ്റ് റിസീവ്ഡ് ആണ്. മോസ്റ്റ് ഓഫ് ദ കേസ് ക്വസ്റ്റ്യനിൽ രണ്ടും കൂടി ഒന്നും തരില്ല, ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. ദെൻ ഫ്രോം ഹൂം ദിസ് ബിൽ ഈസ് റിസീവ്ഡ്, ദ നെയിം ഓഫ് പേഴ്സൺ. Then the drawer, the name of drawer. Then the acceptor ആരാണ്. Then where the location. This is the most important
ടേം ഓഫ് ബിൽ. അപ്പോൾ ഈ ബില്ല് നമുക്ക് റിസീവ് ചെയ്ത് ജനുവരി 4-നാണ്. 3 months later നമുക്ക് എത്രയുണ്ടാവും? ജനുവരി 4-ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നായിരിക്കും? ഏപ്രിൽ 17 അല്ല, ഏപ്രിൽ 7 ആണ്. ഏപ്രിൽ 7 ആയിരിക്കും അതിൻ്റെ ഡ്യൂ ഡേറ്റ്. ദെൻ ഇവിടെ അടുത്ത ബില്ല് ജനുവരി 14-നാണ്. അപ്പോൾ അത് എത്ര മാസമാണ്? 1 month ആണ്. അപ്പോൾ ഫെബ്രുവരി 17. അങ്ങനെ ഓരോന്നും നമുക്കറിയാലോ, ആ മന്ത് പ്ലസ് എന്തുകൂടി വേണം? 3 days ഗ്രേസ് പീരീഡും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ബില്ല് ഡ്യൂ ആക്കാൻ. ദെൻ അതിൻ്റെ എമൗണ്ട് സെയിം അതുപോലെ തന്നെയാണ്. ബിൽസ് പേബിൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. പ്രധാനമായിട്ടും ഡേറ്റ് ഓഫ് ബില്ലും അതിൻ്റെ ഡ്യൂ ഡേറ്റും അത് കാണുന്നതാണ് ടേം നോക്കിയിട്ട്. ടേം കാണുമ്പോൾ 3 days ഓഫ് ഗ്രേസ് പീരീഡ് മറക്കരുത്. ദിസ് ഈസ് ദ കേസ്. ദെൻ ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ ജേർണൽ എൻട്രി വെൻ ദ ബിൽ റീറ്റെയിൻ ടിൽ മെച്യൂരിറ്റി. ഈ ഒരു കേസിൽ അതെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. There is a problem from our chapter Bill of Exchange. So here we got the question. Just read out the question. Narayan purchased goods for ₹25,000 from Ravindran on February 1st, 2016. So the sale is done on this February 1st, 2016, and which was a credit purchase on which Ravindran drew upon Narayan a bill of exchange for the same amount payable after 2 months. So the period of bill is 2 months. On the due date the bill was honored. Record the necessary journal entries in the books of Ravindran and Narayanan in the following cases. So here there are 3 cases. First one, when the bill was retained by the Ravindran with him till the date of maturity. And the second case is when the bill was discounted by Ravindran immediately with the bank with 6%, and when the bill was endorsed to Mr. Kabir, a third person. So first, let's start with the first case. When the bill was retained by Ravindran with him till the date of maturity. So when the bill retained. So in this case, let's start recording this journal entry. So irrespective of the cases, ഈ 3 കേസിൽ ഏതായാലും നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയറുകൾക്ക് ഒന്നിലും മാറ്റമില്ല. അത് പർച്ചേസ് നടക്കുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോയുടെ ബുക്കിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയുടെ ബുക്കിൽ പർച്ചേസ് നടക്കുന്നു, മറ്റാളുടെ ബുക്കിൽ സെയിൽസ് നടക്കുന്നു. അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. ഈ ഫസ്റ്റ് 2 അല്ലെങ്കിൽ ഫസ്റ്റ് 4 ജേർണൽ എൻട്രീസിൽ എന്തൊരു മാറ്റമില്ല. അപ്പോൾ അതെല്ലാത്തിലും ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ ബോത്ത് പാർട്ടീസിന്റെ ബുക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യണം, ബോത്ത് ഡ്രോയർ ആൻഡ് ഡ്രോയിങ്. ഇവിടെ ആരാണ് ഡ്രോയർ? Is the person who makes the bill. Here Ravindran is the drawer, is the creditor, or he is the seller, and Narayan is the purchaser, or he is the drawing. So Ravindran sells goods to Narayan. That's the case. So on the date, നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രവീന്ദ്രൻ, അതായത് ഡ്രോയറുടെ ബുക്കാണ്. സോ അവിടെ ഈ ട്രാൻസാക്ഷൻ ഒക്യൂർ ചെയ്യുന്നത് 1st February 2016 ആണ്. 1st February 2016. സോ ഡ്രോയറുടെ ബുക്കിൽ അതെന്തായിരിക്കും? അയാൾക്ക് അത് സെയിൽസ് ആണ്. സോ അയാളുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? രവീന്ദ്രനാണ് ഇവിടുത്തെ സെല്ലർ, നാരായണനാണ് സെല് ചെയ്യുന്നത്. ഐ മീൻ നാരായണാണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. സോ ഇൻ ദ ബുക്സ് ഓഫ് രവീന്ദ്രൻ, നാരായൺ account debtor sales. Narayan account debtor to sales. Amount 25,000. Then at the same time the ഡ്രോയുടെ ബുക്കിൽ എങ്ങനെയാണ്? നാരായണന്റെ ബുക്കിൽ എന്താവും? ഇവിടെ സെയിൽസ് ആണെങ്കിൽ നാരായണത് എന്താണ്? പർച്ചേസ് ആണ്. സോ ഓൺ ദ സെയിം ഡേ purchase account debtor Ravindran, amount 25,000. So നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. ഡ്രോയറുടെ കേസിൽ അത് സെയിൽസും ഡ്രോയുടെ കേസിൽ അത് പർച്ചേസും. ദെൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ, അതിനവിടെ ക്യാഷ് കിട്ടുന്നില്ല, അതിന് പകരം അവിടെ എന്താണ്? ബില്ലാണ് കൊടുക്കുന്നത്. സോ ഇവിടെ ഈ രവീന്ദ്രൻക്ക് നാരായൺ ഇവിടെ 25,000 രൂപ തരാനുണ്ട്. അത് ക്യാഷ് തരുന്നതിന് പകരം അതിന് ബില്ല് തരാണ്. സോ
ഇയാളുടെ കേസിൽ ഇയാൾക്ക് ബിൽ റിസീവബിൾ കിട്ടുക. പകരം ഇവിടെ ഈ നാരായൺ രവീന്ദ്രന് ഇവിടെ ക്യാഷ് കൊടുക്കുന്നതിന് പകരം അയാൾ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്യുക. സോ അപ്പൊ നെക്സ്റ്റ് ജേണൽ എൻട്രി എന്തായിരിക്കും? ബിൽസ് പേയബിൾ റിസീവ് ചെയ്യും. അപ്പൊ ഡേറ്റ് നമ്മൾ അതന്നെ ആക്കി എടുക്കാം. പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് സെയിം ഡേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഇവിടെ രവീന്ദ്രൻ ഡ്രോയറുടെ ബുക്കിൽ അയാൾക്ക് എന്താണ് ബില്ല് കിട്ടുക. സോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ to Narayan. Amount 25,000. Same 25,000. Then ഇയാളുടെ കേസിലോ, നാരായണന്റെ കേസിൽ ഓൺ ദ സെയിം ഡേറ്റ് എന്തായിരിക്കും ട്രാൻസാക്ഷൻ വരിക? ഇയാളുടെ കേസിൽ ഇയാൾ രവീന്ദ്രന് ക്യാഷ് കൊടുക്കാറുണ്ട്. സോ രവീന്ദ്രൻ അക്കൗണ്ട് ഡെറ്റർ ക്യാഷിന് പകരം എന്താണ് കൊടുക്കുന്നത്? ബില്ലാണ് കൊടുക്കുന്നത്. ബിൽസ് പേയബിൾ amount same 25,000. എന്തായി? ട്രാൻസാക്ഷൻ സെയിൽസ് നടന്നു, ഇയാൾക്ക് സെയിൽസിന് ക്യാഷിന് പകരം ബില്ല് കിട്ടി. ഇവിടെ പർച്ചേസ് നടന്നു, പർച്ചേസിന് പകരം പർച്ചേസിൽ ക്യാഷിന് പകരം ബില്ല് കൊടുത്തു. ഡ്രോയുടെയും ബുക്കിൽ ഒരേ സമയം നമ്മൾ ചെയ്തുകൊണ്ട് പോവാണ്. Then next, after 2 months ആണ് ഈ ബില്ല് ഡ്യൂ ആവുന്നത്. അപ്പോൾ അതിന്റെ മെച്യൂരിറ്റി നമ്മളിപ്പോൾ ചെയ്യുന്നത് when the bill retained ആണ്. when the bill retained കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ ബില്ല് റീറ്റെയിൻ ചെയ്യുന്ന കേസിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്യൂരിറ്റി ഡേറ്റിൽ ഇയാൾ ക്യാഷ് കൊടുക്കണം. അപ്പൊ ഇവിടെ ബിൽ ഹോണർ ആയിട്ടെന്ന് പറയും. മെച്യൂരിറ്റി ഡേറ്റിന് ഇയാൾ ക്യാഷ് കൊടുത്തു എന്ന് പറയുന്നത്. സോ അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ദ രവീന്ദ്രൻ വിൽ ബി ഗെറ്റിംഗ് 25,000 ഫ്രം ദിസ് ബിൽസ്. അപ്പൊ മെച്യൂരിറ്റി ഡേറ്റ് ഏതാണ് ഇവിടെ? നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ് ഏതാണ്? See, what is mean by maturity date? 2 months after the bill. 2 months to 1st February ആണ്. So February, March 2 months കഴിഞ്ഞു. പ്ലസ് 3 days of grace period ഉണ്ടാവും. അപ്പൊ മാർച്ചും കഴിഞ്ഞ് 3 ദിവസം കൂടുമ്പോൾ April 3rd. So 3rd April 2016 എന്നാണ് ബില്ല് ഡ്യൂ ആവുക. അന്ന് ഡ്യൂ ആവുമ്പോൾ രവീന്ദ്രൻ എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ to this receivable. Amount 25,000. Then the same date ഇയാളുടെ കേസിൽ ആ ക്യാഷ് പേയ്മെന്റ് ആവും towards the bills. So bills payable account debtor to cash. Same 25,000. Then അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് ബില്ല് റീറ്റെയിൻ ചെയ്യുന്ന കേസിലുള്ള ജേണൽ എൻട്രി ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയി. സോ ഇത്രയേ ഉള്ളൂ. ബില്ല് ട്രാൻസാക്ഷൻ നടന്നു, ബില്ല് എഴുതി, ക്യാഷ് കിട്ടി. ഇവിടെ പർച്ചേസ് നടന്നു, പകരം ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു, അതിന്റെ ക്യാഷ് ഇപ്പോൾ ആഫ്റ്റർ 2 months ശേഷം കൊടുത്തു. ഇത്രയേ ഉള്ളൂ ബിൽ റിട്ടേൺ ചെയ്യുന്ന കേസ്. സോ ഇനി നമുക്ക് ഏതാണ് നെക്സ്റ്റ് ഉള്ളത്? when the bill was discounted by രവീന്ദ്രൻ immediately with his bank. ഈ ഒരു കേസിൽ സോ ആ ഒരു കേസിൽ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏത് കേസ് ആയാലും നമ്മുടെ ഈ ഫസ്റ്റ് 2 ജേണൽ എൻട്രീസ് ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ദ കോമൺ. അത് എല്ലാ കേസിലും കോമൺ ആണ്. അപ്പൊ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ബിൽ ഡിസ്കൗണ്ടിന്റെ കേസിലാണ്. സോ തൽക്കാലം ഇതൊന്ന് ഇറേസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന കേസിലാണ്. അപ്പൊ ഫസ്റ്റ് 2 ജേണൽ എൻട്രീസിൽ മാറ്റമൊന്നുമില്ല. ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, ഇവിടെ ബില്ല് എഴുതുന്നു, റിസീവ് ചെയ്യുന്നു, ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് ഈ 3 കേസായാലും ഇവിടെ മാറ്റമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ജേണൽ എൻട്രിയിലോട്ട് ഞാൻ ഇനി പോകുന്നില്ല. ദെൻ തേർഡ് കേസിലാണ് മാറ്റം. ഇയാൾ ഇവിടെ ഈ കേസിൽ എന്താണ് ചെയ്യുന്നത്? when the bill was discounted with the bank, ഇതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. when the bill was discounted by രവീന്ദ്രൻ immediately with his bank at 6% per annum. 6% ഇൻട്രസ്റ്റിന്
ഈ ബില്ല് ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യപ്പെടാണ്. അപ്പോൾ അതിന്റെ 6% ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 25,000ന്റെ 6%. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. 25,000ന്റെ 6% എന്ന് പറയുന്നത് 1500 ആണ്. അപ്പോൾ 1500 ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഡിസ്കൗണ്ടിന് ഇയാൾ ഈ ബില്ല് ബാങ്കിന് കൊടുക്കുക. സോ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി? അയാൾക്ക് അവിടെ അപ്പോൾ ക്യാഷ് കിട്ടും, റൈറ്റ്? സോ എന്താണ് ഇയാൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഡേറ്റ് പറയുന്നില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം ഈ സെയിം ഡേറ്റ് തന്നെയാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യാം. സോ ഓൺ ദി സെയിം ഡേറ്റ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താണ് കിട്ടുക? ക്യാഷ് കിട്ടും. അത് ബാങ്കിലായിട്ട് നമ്മൾ കാണിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വെച്ച് മേ ബി ക്യാഷ് അക്കൗണ്ട് വെച്ചാലും കുഴപ്പമില്ല. അയാൾക്ക് എത്രയാണ് കിട്ടുക? 25,000 കിട്ടും. ഇല്ല, 25,000 1500 കുറഞ്ഞിട്ടുള്ള അമൗണ്ട് കിട്ടും. സോ 25,000 1500 കുറയുമ്പോൾ എത്രയാണ്? 23,500 അയാൾക്ക് ക്യാഷ് കിട്ടും. ദെൻ ബാക്കി 1500 എന്തായി പോയി? ഡിസ്കൗണ്ട് ആണ്. സോ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് അങ്ങനെയും നമ്മൾ പറയും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഇതും പറയാം. 1500 ഡിസ്കൗണ്ടഡ് ആണ് ടു ഏതാണ് അക്കൗണ്ട്? ബിൽസ് receivable amount 25,000. സോ ഇതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി. അപ്പൊ ഈ രീതിയിലാണ് ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് വെച്ച ഡിസ്കൗണ്ട് അക്കൗണ്ട് വെച്ച ടു ബിൽ റിസീവബിൾ. ഇതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി. ഇനി ഇതേ കേസിൽ ഇയാളുടെ കേസിൽ എന്താണ് വരിക? ഈ ഡേറ്റിൽ എന്തെങ്കിലും വരും? ഇയാളുടെ ഡേറ്റിൽ എന്ന് മാത്രമേ വരുള്ളൂ. എന്നാണ് ആ ബിൽ ഡ്യൂ ആവുന്നത്? സോ ബിൽ ഡ്യൂ ആവുന്ന ഡേറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 3rd April 2016. 3rd April 2016 ഈ ബില്ല് ആരുടെ അടുത്താണുള്ളത്? ബാങ്കിന്റെ അടുത്താണുള്ളത്. അപ്പൊ ബാങ്ക് ഈ നാരായൺ എന്നുള്ള ആളുടെ അടുത്ത് ബില്ലും കൊണ്ടുവരും. അപ്പൊ അയാൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. സോ ഇയാൾക്ക് എന്താണത്? ബിൽസ് പേയബിൾ അക്കൗണ്ട് വെച്ചാൽ ക്യാഷ്. അയാൾക്ക് അത്ര മാത്രമേ ഉള്ളൂ. അയാൾക്ക് ആര് വന്നാലും ക്യാഷ് കൊടുക്കണം, 25,000. സോ ഇയാളുടെ കേസിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബിൽ ഡിസ്കൗണ്ടിന്റെ കേസിൽ ഡ്രോയുടെ കേസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അതാണ് ബിൽ ഡിസ്കൗണ്ട് ചെയ്ത കേസിൽ. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് when the bill was endorsed to Mr. Kabir. സോ ഇവിടെ ബിൽ എൻഡേഴ്സ് ചെയ്യുന്ന മിസ്റ്റർ കബീർ എന്നുള്ള ഒരാൾക്ക് ഈ ബില്ല് എൻഡേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് ആര്യ രവീന്ദ്രൻ. സോ ഈ ഒരു കേസിൽ ജേണൽ എൻട്രിയിൽ എന്ത് മാറ്റം വരുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ഒരു മാറ്റമില്ല ആസ് യൂഷ്വൽ. ദെൻ ഈ ബില്ല് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്നാണ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം ബില്ല് കിട്ടിയ അന്ന് തന്നെ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കും എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യാം. അത് ആർക്കാണ് കൊടുക്കുന്നത്? കബീർ. സോ കബീർ എന്നുള്ള ആൾക്കാണ് ഈ ബില്ല് കൊടുക്കുന്നത്. സോ കബീർ അക്കൗണ്ട് എച്ച് കബീർ ഈ രവീന്ദ്രൻ എന്നുള്ള ആളുടെ ക്രെഡിറ്റർ ആവാം. കബീർ അക്കൗണ്ട് എച്ച് ബിൽസ് റിസീവബിൾ 25,000. അപ്പൊ എന്തായി? ഈ രവീന്ദ്രൻ എന്ന ആളുടെ കയ്യിലുള്ള ബില്ല് കബീർ എന്നുള്ള ആൾക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തു. ഇയാളുടെ കേസിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയി. ദെൻ ഇനി ആ ബില്ലിന്റെ മെച്യൂരിറ്റി ഡേറ്റിൽ കബീർ എന്നുള്ള ആള് ഈ നാരായണന്റെ അടുത്തോട്ട് ആ ബില്ല് കൊണ്ടു ചെല്ലും. അത് സെയിം ഡേറ്റിൽ നാരായണൻ എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും. ബിൽസ് പേയബിൾ അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ്. സോ വളരെ സിമ്പിൾ ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ബിൽ എൻഡോസ് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്ത ഈ സെയിം പ്രോബ്ലം എന്താണ്? ബിൽസ് ഹോണേഡ് ആയിട്ടുള്ളതാണ്. ഇതേ പ്രോബ്ലം ബിൽ ഡിസ്ഹോണേഡ് ആയി കഴിയുമ്പോൾ എന്ത് ചേഞ്ച് വരും എന്നുള്ളത് നമ്മൾ നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ശ്രദ്ധിക്കുന്ന മാറ്റം വരുത്താണ്. ഇവിടെ ബില്ല് എന്താവാണ്? ഡിസ്ഹോണേഡ് ആവാണ്. ഓൺ ദി മെച്യൂരിറ്റി ഡേറ്റ് ആ ബില്ല് എന്താണ്? ഡിസ്ഹോണേഡ് ആയി. സോ ആ ഒരു കേസിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് ഇറ്റ് വാസ് ബിൽ ഡിസ്ഹോണേഡ്, ഇഫ് ഇറ്റ് വാസ് ഡിസ്ഹോണേഡ്, അപ്പൊ ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റിൽ മാത്രമേ മാറ്റം വരുള്ളൂ? ഡ്യൂ ഡേറ്റിൽ മാത്രമേ മാറ്റം വരുള്ളൂ. സോ മറ്റുള്ള ഡേറ്റിനെ കുറിച്ച് മറ്റുള്ള ട്രാൻസാക്ഷനിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഈ ഫസ്റ്റ് 2 ജേണൽ എൻട്രീസ് കോമൺ ആണ് എല്ലാ കേസിലും. സോ ഈ ബിൽ ഡിസോണേഡ് ആവുന്നു. സോ ബിൽ ഡിസോണർ ആവുന്ന കേസിൽ എന്ത് വരും? ഇപ്പോ ഇവിടെ ഉണ്ട് സെയിൽസ് നടന്നു. സെയിൽസിന് പകരം ഈ നാരായൺ എന്ത് ചെയ്തു? ക്യാഷിന് പകരം ബില്ല് കൊടുത്തു. ദെൻ ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റിൽ ഈ രവീന്ദ്രൻ ഇയാൾ ബില്ല് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു, ബില്ല് റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാളത് മെച്യൂരിറ്റി ഡേറ്റിൽ നാരായണന്റെ അടുത്ത് പോയപ്പോൾ അയാള് ബില്ല്
ക്യാഷ് കൊടുത്തില്ല, ബിൽ ഡിസോണേർഡ് ആയി. സോ ജേണൽ എൻട്രി എന്ത് വരും? സോ ബിൽ ഡിസോണർ ആയി കഴിഞ്ഞാൽ നിലവിലുള്ള ബിൽ റിസീവബിൾ ക്യാൻസൽ ആയി പോവാണ്. ക്യാൻസൽ ആയി പോകാൻ ഇതിനെ ക്രെഡിറ്റ് ചെയ്യും. പകരം എന്ത് ചെയ്യും? ഈ നാരായൺ എന്നുള്ള ആ ഡെപ്റ്റേഴ്സിന്റെ ആ റിലേഷൻ വീണ്ടും അറേസ് ചെയ്യും. അപ്പൊ ഇവിടെയുള്ള ജേണൽ എൻട്രി നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. സോ നാരായൺ account debtor to bills receivable account. സോ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഈ നാരായൺ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ റിസീവബിൾ. ഇപ്പം എന്തായി? ബിൽ റിസീവബിൾ ക്യാൻസൽ ആയി, പകരം നാരായൺ എന്നുള്ള ആളോട് വീണ്ടും ഒരു ഡെറ്റർ റിലേഷൻ ഇവിടെ അറേസ് ചെയ്തു. ഇത് സെയിം ഇയാളുടെ കേസിൽ എന്താവും? ഐ മീൻ ഇൻ ദ ബുക്സ് ഓഫ് നാരായൺ റോയുടെ കേസിൽ ഈ ബിൽസ് പേയബിൾ ക്യാൻസൽ ആയിട്ട് വീണ്ടും രവീന്ദ്രൻ എന്നുള്ള ആളോട് ഒരു ക്രെഡിറ്റ് റിലേഷൻ വരും. സോ ജേണൽ എൻട്രി എന്ത് വരും? ബിൽസ് പേയബിൾ account debtor to രവീന്ദ്രൻ. നമ്മുടെ പഴയ കേസ് വീണ്ടും ഇതായി, എന്തായി? രവീന്ദ്രൻ എന്നുള്ള ആളോട് ഇവിടെ ക്രെഡിറ്റ് വന്നു. സോ ഇതാണ് ബില്ല് റീറ്റെയിൻ ചെയ്ത കേസിൽ ഡിസോണർ ആയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ജേണൽ എൻട്രിയിൽ മാറ്റം വരിക. ഓക്കെ, അപ്പൊ ബില്ല് റീറ്റെയിൻ ചെയ്തിരിക്കായിരുന്നു ഇയാൾ കയ്യിൽ. സോ ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റിൽ ബിൽ ഡിസോണർ ആയി. അപ്പൊ ജേണൽ എൻട്രി ഇതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ബിൽ ഡിസോണർ ആയത് എപ്പോഴായിരുന്നു? ബിൽ ഡിസ്കൗണ്ട് ചെയ്ത സമയത്താണ്. സോ ബിൽ ഡിസ്കൗണ്ട് ചെയ്ത സമയത്താണ് ബിൽ ഡിസോണർ ആവുന്നതെങ്കിൽ സോ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന കേസിൽ ജേണൽ എൻട്രി ഇതായിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ബാങ്ക് അക്കൗണ്ട് വെച്ച് ഡിസ്കൗണ്ട് അക്കൗണ്ട് വെച്ചിട്ട് ബിൽ റിസീവ് 25,000 ആൻഡ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി, അതായത് 3rd April 2016 ഇവര് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബില്ലും കൊണ്ട് നാരായണന്റെ അടുത്ത് പോയി. പക്ഷെ എന്തായി? ബിൽ ഡിസോണർ ആയി. അങ്ങനെ ഡിസോണർ ആയി കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങും. നമ്മൾ ബാങ്കിന് ക്യാഷ് കൊടുക്കേണ്ടി വരും 25,000. സോ ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് അതിനു വേണ്ടി പിടിക്കും. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ക്യാഷ് നമുക്ക് ആരാണ് പിന്നെ തരാനുള്ള? നാരായണൻ. അപ്പൊ നമ്മൾ നാരായണന്റെ അടുത്ത് നിന്ന് അത് ഈടാക്കുകയും ചെയ്യും. അപ്പൊ വീണ്ടും എന്ത് വരും? നാരായണൻ നമുക്ക് ക്യാഷ് തരാനുള്ളതായിട്ട് കാണിക്കും. നാരായണ അക്കൗണ്ട് ഡെറ്റർ 25,000. ആ ക്യാഷ് നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബാങ്കിന് 25,000 കൊടുത്തു, അല്ലെങ്കിൽ ബാങ്ക് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് 25,000 പിടിക്കും. അത് നമ്മൾ ഇനി നാരായണന്റെ അക്കൗണ്ടിൽ ഡെബിറ്റിൽ കാണിക്കും. നാരായണൻ നമുക്ക് ക്യാഷ് തരാനായിട്ട് കാണിക്കും. ദെൻ ഇയാളുടെ അക്കൗണ്ടിലോ? നാരായണന്റെ അക്കൗണ്ടിൽ ഓൺ 3rd April 16 നേരത്തെ കേസ് പോലെ തന്നെ ഡ്രോയുടെ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. ഇയാള് രവീന്ദ്രന് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നതിന് ബില്ല് ചെയ്ത് ആ ബില്ല് ഇപ്പോൾ ക്യാൻസൽ ആയപ്പോൾ വീണ്ടും രവീന്ദ്രന് ക്യാഷ് കൊടുക്കാനുള്ളതായിട്ട് കാണും. ബില്ല് ക്യാൻസൽ ആവും. സോ അഗൈൻ എന്ത് വരും? ബിൽസ് പേയബിൾ അക്കൗണ്ട്. ആ ബിൽസ് പേയബിൾ അക്കൗണ്ട് ക്യാൻസൽ ആവും. പകരം രവീന്ദ്രന് ക്യാഷ് കൊടുക്കാനുള്ളതായിട്ട് കാണും. രവീന്ദ്രൻ 25,000. സോ ഈ രീതിയിലാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത കേസിൽ ഡിസോണർ ആയി കഴിഞ്ഞാൽ സംഭവിക്കുക. ഇനി നമുക്ക് കാണാനുള്ളത് ബിൽ എൻഡോസ് ചെയ്ത സമയത്ത് ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ബില്ല് എൻഡോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതുപോലത്തെ ഒരു ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടാവും. കെബീർ അക്കൗണ്ട് എച്ച് ടു ബിൽസ് റിസീവബിൾ. അത് കെബീറിന് കൊടുത്തു. അങ്ങനെ കെബീർ 3rd April ബില്ലിന്റെ മെച്യൂരിറ്റി ഡേറ്റിൽ നാരായണന്റെ അടുത്ത് പോകുമ്പോൾ നാരായണൻ ക്യാഷ് കൊടുത്തില്ല, ബില്ല് ക്യാൻസൽ ആയി. അപ്പൊ കെബീർ എന്ത് ചെയ്യും? നമ്മൾ കെബീറിന് ഇനി ക്യാഷ് കൊടുക്കേണ്ടി വരും പകരം, അല്ലെങ്കിൽ അപ്പോൾ അത് നമ്മളെ ഒരു ബാധ്യതയായിട്ട് അവിടെ തുടരും. സോ എന്തായാലും ജേണൽ എൻട്രി വരിക. അപ്പൊ ആ ക്യാഷ് നമുക്ക് ആരാണ് തരാനുള്ളത്? ഈ നാരായണന്റെ അടുത്ത് നിന്ന് വീണ്ടും ക്യാഷ് വാങ്ങിയിട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ നാരായണൻ നമുക്ക് തരാനുള്ളതായിട്ട് കാണിക്കും. നാരായണൻ അക്കൗണ്ട് ഡെറ്റർ ടു കെബീറിന് നമുക്ക് ലയബിലിറ്റി വരും. കെബീർ അക്കൗണ്ട് ₹25,000. അപ്പൊ നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചത്? ജേണൽ എൻട്രിയിലേക്ക് എന്താണ് സംഭവിച്ചത്? ബില്ല് ക്യാൻസൽ ആകുമ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. കെബീറിന് നമ്മൾ കൊടുത്ത ബില്ല് ക്യാൻസൽ ആയി. അപ്പൊ നമ്മൾ കെബീറിന് ക്യാഷ് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കേണ്ടി വരും. കെബീർ നമ്മളിപ്പോ ക്യാഷ് കൊടുക്കാനുണ്ട് 25,000. പകരം ഈ ഡിവൈസ് നമുക്ക് ആരിനെ തരും? നാരായണൻ തരണം. നാരായണന് ഡെബിറ്റ് ആക്കിയിട്ട് കാണിച്ചു. അപ്പൊ ഈ കേസിൽ ഇങ്ങനെയാണ്. ദെൻ ഡ്രോയുടെ കേസിൽ നേരത്തെ പോലെ തന്നെ ചേഞ്ചസ് ഒന്നുമില്ല. ഇയാൾക്ക് ആ ബില്ല് ക്യാൻസൽ ആവുകയാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു രവീന്ദ്രൻ 25,000. ഈ രീതിയിലാണ് ബില്ല് റീറ്റെയിൻ ചെയ്ത കേസിൽ, ബിൽ എൻഡോസ് ചെയ്ത കേസിൽ ഡിസോണർ ആയി കഴിഞ്ഞാൽ സംഭവിക്കുക.
അപ്പൊ നമ്മൾ 3 ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ 3 കേസിലും, അതായത് ബിൽ റീറ്റെയിൻ ചെയ്ത കേസിൽ ഹോണർ ആയ കേസും ഡിസോണർ ആയതും ഡിസ്കസ് ചെയ്തു. ദെൻ ബിൽ ഡിസ്കൗണ്ട് ചെയ്ത കേസിൽ ഹോണർ ആയതും ഡിസോണർ ആയതും ഡിസ്കസ് ചെയ്തു. ദെൻ ബിൽ എൻഡോസ് ചെയ്ത കേസിൽ ഹോണർ ആയതും ഡിസോണർ ആയതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 3 കേസും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ ഡിസോണർ ആവുന്ന കേസിൽ ജേർണൽ എൻട്രീസ് പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. ഇതൊരു ഷോ ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള ജേർണൽ എൻട്രീസ് എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും.